കൃഷ്ണന്തു മറ്റ് ഷിരൂരിലെ അർജുന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് പോകണം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കാണും. കൂടിക്കാഴ്ചയ്ക്കായി കുടുംബം ബംഗളൂരുവിൽ എത്തി. MK രാഘവൻ MP, AKM അഷ്റഫ് MLA എന്നിവരും കുടുംബാംഗങ്ങൾക്കൊപ്പം DK ശിവകുമാറിനെ കാണും. തെരച്ചിലിനായി ഗോവയിൽ നിന്നുള്ള ഡ്രെഡ്ജർ എത്തിക്കുന്നത് വേഗത്തിലാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. KV ബൈജു ചേരുന്നു. ബൈജു, കുടുംബം ഏതായാലും 9:30 മണിക്ക് മാധ്യമങ്ങളെ കാണും കർണാടകയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. തെരച്ചിൽ ഏതാണ്ടൊന്ന് ഇല്ലാതായ സാഹചര്യമാണ്, ഒന്ന് തടസ്സപ്പെട്ട് നിൽക്കുന്ന പശ്ചാത്തലമാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, നമുക്കറിയാം. പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കുടുംബത്തിന് സ്വാഭാവികമായും സർക്കാരിനെ ബോധ്യപ്പെടുത്താനുള്ള അവരുടെ ആശങ്കകൾ കാണുമല്ലോ. തീർച്ചയായും രഞ്ജിത്തെ, നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത്. കാരണം അർജുൻ ഉൾപ്പെടെ 3 പേരെ ഇത്തരത്തിൽ ഗംഗാവലി പുഴയിൽ കാണാതായിട്ട് 1.5 മാസമാകുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ വൈകിട്ട് 4 മണിക്കാണ് കൂടിക്കാഴ്ചയെങ്കിലും 10 മണിയോട് കൂടി തന്നെ കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ കുടുംബം അല്പസമയം മുമ്പ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ വെച്ച് പുലർത്തിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഗോവയിൽ നിന്നുള്ള ഡ്രെഡ്ജർ എത്തിക്കുക, അത് വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ തിരച്ചിൽ നടത്തുക എന്നത് തന്നെയാണ്. ഈ ആവശ്യം ഈ കുടുംബം DK ശിവകുമാറുമായി സംസാരിക്കും. എന്തായാലും ഹൈക്കോടതിയിൽ കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് നേരത്തെ തന്നെ കർണാടക. ജിതിനുണ്ട് ടെലിഫോൺ ലൈനിൽ, അർജുന്റെ സഹോദരി ഭർത്താവ്. ജിതിൻ, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, നമുക്കറിയാം. ഇനി എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലൊക്കെ ഒരു ആശയക്കുഴപ്പമോ അവ്യക്തതയും ഒക്കെ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് കർണാടക സർക്കാരിനോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പോ ഒരു അവ്യക്തത നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവ്യക്തത മാറ്റി ഡ്രെഡ്ജർ എത്തിച്ചിട്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് തന്നെയാണ് കുടുംബം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുക. ഇപ്പോ ഇവിടെ കർണാടക അവിടെ ഉണ്ട് അല്ലേ? എപ്പോഴത്തേക്കാണ് സമയം കിട്ടിയിരിക്കുന്നത് കാണാൻ? വൈകുന്നേരം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കറക്റ്റ് സമയം ഇവിടെ മഞ്ചേശ്വരം MLA ഉണ്ട്, രാഘവേട്ടൻ ഉണ്ട്, കോഴിക്കോട് MP, അവരറിയിക്കുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാട് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി ശരി ജിതിൻ. ബൈജു, തുടരാം. തീർച്ചയായും അത് തന്നെയാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യം തന്നെയാണ്. ഈ കാര്യത്തിൽ ഒരു പ്രതീക്ഷ, അവസാനവട്ട തെരച്ചിൽ എന്നാണ് കർണാടക സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ഉണ്ടാകണമെന്ന ഒരു അഭ്യർത്ഥനയാണ് കുടുംബം ഇന്ന് DK ശിവകുമാറുമായി സംസാരിക്കുക. ഏതായാലും നേവിയുടെ പരിശോധനയിൽ തിരച്ചിലിന് അനുകൂലമായ കാലാവസ്ഥയെന്ന് ഏതായാലും റിപ്പോർട്ടുണ്ട്. അത് മാത്രമല്ല, പുഴയുടെ അടിയൊഴുക്ക് ഇന്ന് 3 നോട്ട്സിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരച്ചിലിന് തടസ്സമുണ്ടാകില്ല. ഏതായാലും ടഗ് ബോട്ട് ഉപയോഗിച്ച് ഈ ഡ്രെഡ്ജർ വെച്ച് ഇത്തരത്തിൽ 45 മീറ്റർ വരെ താഴ്ചയിൽ ഉള്ള വസ്തുക്കൾ ഇത്തരത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത്. ഏകദേശം 1 കോടിയോളം രൂപ ചെലവാണ് ഇതിന് വരുന്നത്. ആ ചെലവ് കർണാടക സർക്കാർ വഹിക്കാമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഇനി ഏറ്റവും പ്രധാനം ഈ തിരച്ചിൽ എന്ന് ആരംഭിക്കും, അത് ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകുമോ? ഏതായാലും കുടുംബം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ജിതിൻ പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു അവ്യക്തത നീക്കുക, ഇതിൽ തിരച്ചിൽ വളരെ പെട്ടെന്ന് പുനരാരംഭിക്കുക. കാരണം ഇപ്പോൾ തന്നെ ദിവസം വൈകിയിരിക്കുന്നു, 1.5 മാസത്തോളമായിരിക്കുന്നു. ആ ലോറി കണ്ടെത്തുക, അതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം നേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലും ഈ ലോറിയുടെ സ്ഥാനം നേരത്തെ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതിൽ ഏതെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന ഒരു പരിശോധന നടത്തി. പക്ഷേ ആ ലോറി കൃത്യമായി സോണാർ പരിശോധനയിലും അവിടെ തന്നെ കാണാൻ സാധിച്ചു. പക്ഷേ അതിന് മുകളിൽ മരങ്ങളും കൂറ്റൻ പാറകളും ഒക്കെ ഉണ്ട്, അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഡ്രെഡ്ജർ എത്തിയാൽ 1-2 ദിവസത്തിനകം തന്നെ ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഈ ദൌത്യ സംഘങ്ങൾക്കുണ്ട്. ഏതായാലും ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ളവർ ഈ തെരച്ചിലിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് നിർണായക കൂടിക്കാഴ്ച എന്ന് പറയേണ്ടി വരും. ഈ തെരച്ചിൽ എന്ന് പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി ആ പ്രഖ്യാപനം ഉണ്ടാകുമോ? അതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും കുടുംബം വലിയ പ്രതീക്ഷയോടെയാണ് ബംഗളൂരുവിൽ എത്തിയിട്ടുള്ളത്. DK ശിവകുമാറിനെ കാണും, അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ സംസാരിക്കും. AKM അഷ്റഫ് MLA, അതുപോലെ തന്നെ MK രാഘവൻ MP ഒക്കെ ഇവരുടെ കുടുംബത്തോടൊപ്പം അവരോടൊപ്പം നേരത്തെയൊക്കെ ഉണ്ടായിരുന്നതാണ് ചേർത്ത് പിടിക്കാൻ. അവരും ഇന്ന് ഏതായാലും ഉണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. എന്താണ് ഇന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കുന്നത്, എന്താണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്, അത് ഏറ്റവും പ്രധാനമാണ്. ഈ തെരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അവസാന പ്രതീക്ഷയാണ് അർജുനെ അവസാനമായി ഏതെങ്കിലും തരത്തിൽ ഒരു നോക്ക് കാണാനോ അതല്ല അർജുനെ എങ്ങനെയെങ്കിലും കണ്ടെത്തുമോ ഏതെങ്കിലും ആയ രീതിയിലുള്ള ഒരു
ഒരു ആഗ്രഹമാണ് കുടുംബം പറയുന്നത്. ഏതായാലും ആ ഒരു പ്രതീക്ഷ അത് ഇന്ന് ഈ കർണാടക സർക്കാരിന്റെ തീരുമാനത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ശനിയാഴ്ചയോ അതല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഈ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നതും. തീർച്ചയായും ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അത് മാറ്റുക എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ ലക്ഷ്യം. ഇനി ദേശീയ